നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസം. 13-ൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും പരിഹാരം കാണാനുള്ളത് 2000-ലേറെ പരാതികൾ. നവകേരള സദസ്സിന്റെ വരവ് ചെലവ് ചോദിക്കുമ്പോൾ കൈപലർത്തുന്ന അവസ്ഥയും. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്ക് ചോദിച്ചാൽ കിട്ടുന്ന മറുപടി നമ്മെ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാക്കും. അഴീക്കോട് 40 ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ചെലവാക്കിയത് എങ്ങനെയാണെന്ന് യാതൊരു വിവരവുമില്ല. കണ്ണൂരിൽ പരിപാടി നടത്താൻ സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ടില്ല, സർക്കാർ തുക അനുവദിച്ചിട്ടുമില്ല. KSU നേതാവ് മുഹമ്മദ് ഷമാസിന്റെ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടുള്ള ഒരു മറുപടി ഇപ്പോൾ ലഭ്യമായത്. കണ്ണൂർ, അഴീക്കോട് മണ്ഡലങ്ങളിൽ നവകേരള സദസ്സിന് സ്പോൺസർഷിപ്പിലൂടെ എത്ര തുക കിട്ടി, പരിപാടി നടത്താൻ എത്ര തുക സർക്കാർ അനുവദിച്ചു, 2 മണ്ഡലങ്ങളിലും എത്ര തുക ഏതൊക്കെ ഇനങ്ങളിൽ ചെലവാക്കി എന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് വിവരാവകാശ അപേക്ഷയിൽ ചോദിച്ചത്. ഇതൊക്കെയാണ്. എന്നാൽ അപേക്ഷ ഇരു മണ്ഡലങ്ങളിലെയും സംഘാടക സമിതി ജനറൽ കൺവീനർമാരായ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. 2ലും മറുപടിയും വന്നു. നവകേരള സദസ്സിന് സർക്കാർ തുക അനുവദിച്ചിട്ടില്ല. ഇനി സ്പോൺസർഷിപ്പ് കിട്ടിയ തുകയുടെ കണക്ക് അഴീക്കോട് മണ്ഡലത്തിൽ 40,60,000 രൂപ സ്പോൺസർഷിപ്പിലൂടെ ചെലവഴിച്ചെന്ന് സംഘാടക സമിതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ തുക നൽകിയത് ആരാണെന്നോ എവിടുന്നാണെന്നോ വിവരമില്ല. ഏതൊക്കെ ഇനത്തിൽ തുക ചെലവാക്കിയെന്നും യാതൊരു വിവരവുമില്ല. കണ്ണൂർ മണ്ഡലത്തിലെ വരവും ചെലവുമാണ് ഏറെ കൗതുകം. സ്പോൺസർഷിപ്പിനായി തുകയൊന്നും സ്വീകരിച്ചിട്ടില്ലെന്നാണ് മറുപടി. പരിപാടിക്ക് സർക്കാരും തുക നൽകിയിട്ടില്ല. അപ്പോഴൊരു ചോദ്യം ബാക്കിയാവുകയാണ്. സ്പോൺസർഷിപ്പിൽ കിട്ടിയത് എത്രയെന്ന് ഒരിടത്തുണ്ട്, ഒരിടത്തില്ല. ചിലവാക്കിയത് എവിടെ, എങ്ങനെ എന്ന് ഒരിടത്തും രേഖയില്ല. നവകേരള സദസ്സ് കഴിഞ്ഞ് 2.5 മാസമാകുമ്പോഴേക്കും സർക്കാർ പരിപാടിയുടെ കണക്ക് ഇങ്ങനെയാണ്. തൃശൂർ ജില്ലയിൽ നവകേരള സദസ്സ് നടന്ന് 1 മാസം പിന്നിടുമ്പോഴും പരാതികളിൽ പകുതിക്ക് പോലും പരിഹാരം കാണാനായിട്ടില്ല. ഗുരുവായൂരിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരാതി പരിഹരിക്കാനുള്ളത്. 13-ൽ 11 നിയോജക മണ്ഡലങ്ങളിലും ഇനിയും പരിഹാരം കാണാനുള്ളത് 2000-ലേറെ പരാതികളാണ്. നവകേരള സദസ്സിന്റെ വരവ് ചെലവ് സംബന്ധിച്ച വിവരം ലഭ്യമല്ലെന്നും ജില്ലാ ഭരണകൂടം വിവരാവകാശ മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഡിസംബർ 4 മുതൽ 7 വരെ തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സ് 1 മാസത്തിനപ്പുറവും പകുതി അപേക്ഷകളിലും പരിഹാരം കാണാതെ കിടക്കുന്നു. ആകെ ലഭിച്ച പരാതി 55,612. ഇനിയും പരിഹാരം കാണാനുള്ള 28,667. അതായത് ഫയലുകളിൽ ഉറങ്ങുന്നത് പകുതിക്ക് മുകളിലും അപേക്ഷകൾ. ഗുരുവായൂരിലാണ് ഏറ്റവും കൂടുതൽ പരാതി പരിഹരിക്കാനുള്ളത്, 2,665 എണ്ണം. അവിടെ ആകെ വന്നത് 4,555 അപേക്ഷകൾ. ഗുരുവായൂരിനെ കൂടാതെ ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, കയ്പമംഗലം, നാട്ടിക, ഒല്ലൂർ, വടക്കാഞ്ചേരി, മണലൂർ, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിൽ ഇനിയും 2000-ലേറെ പരാതികൾ പരിഹരിക്കാനുണ്ട്. ഏറ്റവും കൂടുതൽ പരാതികൾ എത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. 19,059 പരാതികൾ, 4,622 പരാതികളാണ് ഇനിയും തീർക്കാനുള്ളത്. റവന്യൂ മന്ത്രിയുടെ സ്വന്തം ജില്ലയിലും പരാതി പരിഹാരത്തിന് വേഗതയില്ല. റവന്യൂ പരാതികളുടെ എണ്ണം 12,191, പരിഹരിക്കേണ്ടത് 9,995. സഹകരണ തട്ടിപ്പുകൾക്ക് പഴികേട്ട തൃശൂരിൽ വകുപ്പുമായി ബന്ധപ്പെട്ട 3,732 പരാതികൾ എത്തിയതിൽ ഇനിയും പരിഹരിക്കാനുള്ളത് 2,472 എണ്ണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായത്തിനായി അപേക്ഷിച്ച അപേക്ഷകളുടെ എണ്ണം 2,292. തീർപ്പാക്കിയവയുടെ വിവരങ്ങൾ നവകേരള സദസ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. നവകേരള സദസ്സിന് എത്ര രൂപ ചെലവായെന്ന കണക്ക് ജില്ലാ ഭരണകൂടത്തിനില്ലെന്നാണ് ലഭിച്ച മറുപടി. ഏതായാലും പ്രളയം പോലെ മറ്റൊരു പ്രധാനപ്പെട്ട അഴിമതിക്ക് കൂടി കളമൊരുക്കുകയായിരുന്നു നവകേരള സദസ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സ്പോൺസർഷിപ്പ് ഇല്ലാതെയും സർക്കാർ അനുവദിക്കാതെയും എവിടെ നിന്നാണ് ഈ തുക ചെലവഴിച്ചത്, എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായ മറുപടി നൽകാതെ അത് വലിയ രീതിയിലുള്ള അഴിമതി അവിടെ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള മറുപടികൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ പ്രളയമായാലും ഏത് ദുരിതാശ്വാസ ഫണ്ടായാലും അതിലൊക്കെ കൈയിട്ട് വാരുന്നവരാണ് നമ്മുടെ സഖാക്കന്മാർ. പല സഖാക്കന്മാരെയും നമുക്കറിയാം. കഴിഞ്ഞ പ്രളയകാലത്ത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ദുരിതാശ്വാസ നിധിയിലേക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒക്കെ വന്ന പണവും വസ്ത്രങ്ങളും അടക്കമുള്ളവർ അടിച്ചുമാറ്റിയ സഖാക്കളെ നമ്മൾ കണ്ടതാണ്. തൊഴിലാളി നേതാവ് മിനി കൂപ്പറിൽ സഞ്ചരിക്കുന്ന കാലമാണ്. അത്തരമൊരു കാലത്താണ് ഈ നവകേരള സദസ് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള അഴിമതിക്ക് കളമൊരുക്കുന്ന രീതിയിൽ കേരളമൊട്ടുക്കും മന്ത്രിമാർ സഞ്ചരിച്ചുകൊണ്ട് പണപ്പിരിവിനും മറ്റുള്ള സഖാക്കന്മാർക്ക് അഴിമതി നടത്താനുമുള്ള ഒരു സംഭവം മാത്രമാക്കി ഈ നവകേരള സദസ്സിനെ മാറ്റി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ് ജനസമ്പർക്ക പരിപാടി. അതിന്റെ മറവ് പറ്റിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തിയത്. അത് കണ്ട് അത് ആവർത്തിക്കാൻ അല്ലെങ്കിൽ അത് കോപ്പി അടിക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അത് എങ്ങും എത്തിയില്ല. എന്നാൽ ഉമ്മൻചാണ്ടി നിന്നുകൊണ്ട് തന്നെ, ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം നിന്നുകൊണ്ട് പരാതി തീർപ്പാക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് മുഖ്യമന്ത്രി എല്ലായിടത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കറങ്ങുന്ന കസേരയും ലിഫ്റ്റുമൊക്കെയായി സഞ്ചരിച്ച ബസ് മാത്രം മിച്ചമാവുകയാണ്.
നമുക്കറിയാം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വന്നാലും ക്ലിഫ് ഹൗസിലെ തൊഴുത്തു നിർമ്മാണത്തിന്റെ ആയാലും ക്ലിഫ് ഹൗസിലെ കർട്ടന് 7 ലക്ഷം രൂപ ചെലവായി എന്നാണ് ഇന്നലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പിണറായി വിജയന്റെ കാലത്ത് ക്ലിഫ് ഹൗസിൽ സ്വർണം കൊണ്ടുള്ള കർട്ടനാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ അഴിമതിക്ക് കളമൊരുക്കുന്നു എന്ന് ജനങ്ങൾ ആക്ഷേപിച്ച നവകേരള സദസ്സിൽ അടിമുടി അഴിമതിയാണ് എന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൽ അടിമുടി അഴിമതി തന്നെയാണ് നടന്നിട്ടുള്ളതെന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വിവരാവകാശ രേഖകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.